ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്യാസ് സ്റ്റവ് ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ സ്റ്റവിൻ്റെ അവസ്ഥ. അപ്പോൾ ഞാൻ മിക്കവാറും എൻ്റെ നിന്ന് തുളുമ്പി പോകുന്നത് പാലാണ് കേട്ടോ. മിക്കവാറും പാലൊക്കെ എൻ്റെ നിന്ന് എപ്പോഴും തുളുമ്പി പോവാറുണ്ട്. അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്യാനായിട്ട് ഇവിടെ എടുക്കുന്നത് പേസ്റ്റാണ് കേട്ടോ. ചെറിയൊരു കോട്ടൺ തുണിയിൽ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് അഴുക്കൊക്കെ അങ്ങനെ കട്ട പിടിച്ച് നിൽക്കുന്നവിടേക്കൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ എല്ലാവിടെയും നല്ലപോലെ ഒന്ന് പേസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളൊന്ന് സ്ക്രബ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളതിന് ചെറിയ ബ്രഷാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്ന് ബ്രഷ് ഇട്ടിട്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. കാര്യം ഇത്തിരി ഒന്ന് പതഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബ്രഷ് ഇട്ട് നന്നായി ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. കുഞ്ഞ് ബ്രഷിൽ നമ്മൾ സ്ക്രബ് ചെയ്തെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി സിമ്പിളായിട്ട് എനിക്ക് ഈ വലിയ ബ്രഷിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് തോന്നിയപ്പോൾ വലിയ ബ്രഷിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈം കൊണ്ട് നമ്മൾ ബർണറൊക്കെ ഒന്ന് ലിക്വിഡിലിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് ബ്രഷ് ഇട്ടിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സോപ്പ് പൊടിയിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഏകദേശം നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവിടെയും ഏകദേശം ഉരച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കുഞ്ഞ് ബ്രഷാണ് ക്ലീൻ ചെയ്യാൻ എളുപ്പം. അപ്പോൾ നമ്മളുടെ ഇവിടെ സ്ക്രബിങ് പ്രോസസ്സ് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്ത് കോട്ടൺ തുണി കൊണ്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. വാവ്, സൂപ്പർ. അപ്പോൾ കണ്ടില്ലേ അതിൻ്റെ റിസൾട്ട്? നന്നായിട്ട് തന്നെ നമ്മളെല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. നന്നായിട്ട് വെട്ടിത്തിളങ്ങുന്നുണ്ടേ. അപ്പോൾ ഇത് ഞാൻ പേസ്റ്റ് കൊണ്ട് ഇത് ആദ്യമായിട്ടൊന്നും കേട്ടോ ഒന്ന് ട്രൈ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി ആരെങ്കിലും ഗ്യാസ് സ്റ്റവൊക്കെ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഇങ്ങനെയൊന്ന് പേസ്റ്റ് ഇട്ടിട്ട് ചെയ്തേ. നമ്മൾ എത്ര ഡാർക്കായിട്ട് പിടിച്ച കറകളെല്ലാം പോയി കിട്ടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മിക്കവാറും സാധനങ്ങൾ പാലൊക്കെയാണ് മിക്കവാറും തെങ്ങി പോവാറ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ആ ടൈമിലൊന്ന് ക്ലീൻ ചെയ്യുമെങ്കിലും ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ് ചെയ്യാറില്ല. ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇനി ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നവർ ഈ പേസ്റ്റ് ഇട്ടിട്ടൊന്ന് ട്രൈ ചെയ്യണേ. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. അപ്പോൾ അങ്ങനെ നമ്മളുടെ ക്ലീനിങ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ബർണറും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോകണേ. അപ്പോൾ ബർണറിൻ്റെ എല്ലാ ഗ്യാപ്പുള്ള വല്ല പൊടികളൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ചെറിയ ബ്രഷ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കുന്നുണ്ടേ. കണ്ടോ, അതിലുണ്ടായിരുന്നു അത്യാവശ്യം പൊടിയൊക്കെ. അപ്പോൾ അതും കൂടി നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു.